അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഓർഗനൈസേഷൻ ബിഹേവിയറിലെ ചില മോട്ടിവേഷൻ കൺസെപ്റ്റ്സാണ്. എന്നുവെച്ചാൽ ഏതൊരു കമ്പനിയെയും വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം, ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനിക്കുണ്ടാകേണ്ട ഒന്നാണ് മോട്ടിവേഷൻ എന്നത്. ആ കമ്പനിയിൽ തുടരാനും അവൻ്റെ പരമാവധി ശ്രമങ്ങൾ, അതുപോലെ കഴിവുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് മോട്ടിവേഷന് ഓരോ കമ്പനികളിലും പ്രവർത്തിക്കുക. അപ്പോൾ വളരെ അത്യന്താപേക്ഷിതമാണ് മോട്ടിവേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് മോട്ടിവേഷൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കമ്പനിയിലുള്ള ഏൽപ്പിക്കപ്പെട്ട ഒരു ഗോള് പൂർത്തീകരിക്കാൻ വേണ്ടി അവനെടുക്കുന്ന എഫേർട്ട് എടുക്കാൻ വേണ്ടി അവനെ തയ്യാറ് ചെയ്യുന്ന പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മോട്ടിവേഷൻ തിയറികൾ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. എന്ന് വെച്ചാൽ ഓരോ മനുഷ്യന്മാർക്കും പലതരത്തിലുള്ള നീഡ്സുകളുണ്ട്. അതിനെ മാസ്ലോ 5 ലെവലാക്കി തിരിക്കുന്നുണ്ട്. ഒന്ന്, ഫിസിയോളജിക്കൽ നീഡ്സ്, ഉദാഹരണത്തിന് വെള്ളം, ഷെൽട്ടർ പോലെയുള്ളത്. പിന്നെ സേഫ്റ്റിയാണ്, പിന്നെ സോഷ്യൽ ബിലോങ്ങിങ്, പിന്നെ എസ്റ്റീം, അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ. അങ്ങനെയൊക്കെയാണ് 5 ലെവലുകളാക്കി അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്മാർട്ട് ഓർഗനൈസേഷൻസ് മുഴുവനും അവർ തങ്ങളുടെ ജോലിക്കാർക്ക് ഫിസിയോളജിക്കൽ നീഡ്സിന് ഉതകുന്ന രീതിയിലുള്ള കോമ്പറ്റിറ്റീവ് സാലറീസ് അവർ നൽകും. അതുപോലെ തന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല സേഫ് വർക്കിംഗ് എൻവിറോൺമെൻറ്റ് അവർ തയ്യാർ ചെയ്തു കൊടുക്കും. അതുപോലെ ഉറ്റവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ടീമായിരിക്കും അവരുടെ അടുത്തുണ്ടാവുക. അതുപോലെ തന്നെ റെക്കഗ്നീഷൻ ഓഫ് പ്രോഗ്രാംസ്, അവർ പ്രവർത്തിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒരു മത്സരബുദ്ധി ഉണ്ടാകാൻ വേണ്ടി ഒരു റെക്കഗ്നീഷൻ പ്രോഗ്രാംസ് അവിടെ സംഘടിപ്പിക്കപ്പെടും. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, അതായത് നല്ല ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ഓട്ടോണമിയോട് കൂടി പ്രവർത്തിക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആ കമ്പനി നൽകും. അപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ആ കമ്പനികൾ നൽകപ്പെടുന്നതോടുകൂടി അവിടെ നല്ല പ്രൊഡക്ട്സുകൾ രൂപപ്പെടുകയും ആ കമ്പനിയെ അത് വളർത്താൻ സഹായകമാവുകയും ചെയ്യും എന്നുള്ളതാണ് മാസ്ലോസ് മോട്ടിവേഷൻ തിയറി പറയുന്നത്. അതുപോലെ ഹെഴ്സ്ബർഗ്സ് 2 ഫാക്ടർ തിയറി എന്ന് പറയുന്ന മറ്റൊന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു തിയറി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ, the factors that make us satisfied at work are different from those that make us dissatisfied. ഒരു മനുഷ്യന് സാറ്റിസ്ഫൈയോടുകൂടി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വിപരീതമായിട്ട് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഇല്ലാതിരിക്കണം. ഇത് രണ്ടും ഒരു കമ്പനിയിൽ ഉണ്ടാവുക എന്നത് അസാധ്യമാണ്. അങ്ങനെ ഒന്നില്ല. അപ്പോൾ കമ്പനിയിൽ 2 ഫാക്ടർ ഉണ്ടാവുകയുള്ളൂ. ഒന്ന്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ്, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇതിന് ഇദ്ദേഹം സ്വാഭാവികമായിട്ടൊരു കമ്പനി ആകുമ്പോൾ സാറ്റിസ്ഫൈഡ് എൻവിറോൺമെൻ്റ് ആയിരിക്കും സ്വീകരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ആ കമ്പനി ആ കമ്പനിക്ക് വേണ്ടതായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ, ഹൈജീൻ ഫാക്ടേഴ്സ് ലൈക്ക് സാലറി, കമ്പനി പോളിസീസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രിവെൻറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സാലറി, കമ്പനി പോളിസീസും അതുപോലെ വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെ ഡിസാറ്റിസ്ഫാക്ഷനെ എപ്പോഴും തടഞ്ഞു നിർത്തും. അതായത് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കമ്പനിക്കാർക്ക് അല്ലെങ്കിൽ ജോലി ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ നൽകിക്കൊണ്ടിരിക്കും എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ നൽകും എന്നതിലുപരി മോട്ടിവേറ്റും കൂടി നൽകുന്നതാകണം ഒരു കമ്പനിയുടെ ഫാക്ടറായിട്ട് ഉണ്ടാകേണ്ടത്. എന്നാൽ മാത്രമേ ആ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, ആ കമ്പനിയിൽ മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ സെൽഫ് റെക്കഗ്നിഷൻ, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് നൽകൽ, അതുപോലെ സപ്പോർട്ടീവ് ടീം ഉണ്ടാവില്ലേ, അതുപോലെ സേഫ് വർക്കിംഗ് എൻവിറോൺമെൻറ്റ് ഉണ്ടാവുക, ഇതൊക്കെ ആ കമ്പനിയിൽ വേണ്ടി വരും എന്നാണ് ഹെഴ്സ്ബർഗ്സ് 2 ഫാക്ടർ തിയറി പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് മക്കല്ലൻസ് തിയറി ഓഫ് നീഡ്സ്.
ഇത് പറയുന്നത് പ്രധാനമായിട്ടും 3 നീഡ്സുകളായിരിക്കും ഓരോ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാവുക. ഒന്ന് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, അതുപോലെ നീഡ് ഫോർ പവർ ആയിരിക്കും, അതുപോലെ നീഡ് ഫോർ അഫിലിയേഷൻ. അപ്പോൾ ഇതിൽ ഓരോ മനുഷ്യന്മാരും തങ്ങളുടെ റോള് വലുതാക്കാൻ വേണ്ടി ഈ 3 കാര്യങ്ങളിൽ അവരെപ്പോഴും മത്സരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ എപ്പോഴും നല്ല റാങ്കിങ് നേടുന്ന അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ കൊയ്തെടുക്കുന്ന ആളുകൾ എപ്പോഴും ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഈ സെയിൽസ് പൊസിഷന് പറ്റിയ ആളുകളായിരിക്കും. അതുപോലെ നല്ല പവർ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ നല്ല മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ആളുകളായിരിക്കും. അതുപോലെ നല്ല ഹൈ ഇൻ അഫിലിയേഷൻ പെർഫോം ബെസ്റ്റ്, അങ്ങനെയുള്ള ആളുകൾ കൊളാബറേറ്റീവ് ടീമിന് പറ്റിയ ആളുകളായിരിക്കും എന്നൊക്കെ അദ്ദേഹം മക്കല്ലൻസ് തിയറി ഓഫ് നീഡ്സിൽ പറയുന്നുണ്ട്. ഏതായാലും പിന്നെ മോഡേൺ മോട്ടിവേഷൻ തിയറീസാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് മോട്ടിവേഷൻ തിയറീസാണ് പറയാനുള്ളത്. അതിലൊന്ന് ഗോൾ സെറ്റിംഗ് തിയറി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഗോൾ സെറ്റിംഗ് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ബൂസ്റ്ററായിട്ട് ഒരു ലോങ് ടേം പ്ലാനിങ്ങും പിന്നെ ഒരു ഷോർട്ട് ടേം പ്ലാനിങ്ങും അവർക്ക് നൽകണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഇക്വിറ്റി തിയറി എന്നുള്ളതാണ്. ഇക്വിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പീപ്പിൾ ആർ കോൺസ്റ്റൻ്റ്ലി കമ്പയറിങ് വാട്ട് ദേ പുട്ട് ഇൻ ടു ദെയർ വർക്ക് വേഴ്സസ് വാട്ട് ദേ ഗെറ്റ് ഔട്ട്. അവർക്ക് എന്തൊക്കെ ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നു, എന്തൊക്കെ ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ മനുഷ്യന്മാരും കമ്പനിയിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഇക്വിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു മനുഷ്യനും തൻ്റെ കമ്പനിയിലേക്ക് കയറുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും, അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള എല്ലാവിധ മാർഗ്ഗങ്ങളായിരിക്കും പിന്നെ എടുത്ത് വിടുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി റിസർച്ച് ബാക്ക്ഡ് റിസൾട്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് കുറച്ച് ഒരു പഠനം നടന്നിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സുമാണ് ഇനി പറയാനുള്ളത്. അത് ഇവിടെ പറഞ്ഞാൽ റെഡിയാവുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതിൻ്റെ ആക്ഷൻ പ്ലാൻ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഫസ്റ്റ് ഡയഗ്നോസ് യുവർ ടീംസ് നീഡ്സ് ത്രൂ സർവീസ് ഓർ കോൺവെർസേഷൻസ്. ആദ്യമായിട്ട് തങ്ങളുടെ ടീമിലെ ആളുകൾ അവർ ഏത് തരത്തിലുള്ള ആളുകളാണ്, അവരുടെ നീഡ്സ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഓരോരുത്തരെയും ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് അവർക്കുള്ള ജോലികൾ അങ്ങനെ ആയിരിക്കണം നൽകേണ്ടത്, അവർക്കുള്ള സാലറികൾ അങ്ങനെ ആയിരിക്കണം നൽകേണ്ടത്. അതുപോലെ തന്നെ സാലറി ഹൈക്കുകൾ ഉണ്ടാകുമ്പോൾ അവരെ ആ രൂപത്തിൽ പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വല്ലതും വരുമ്പോൾ അതിനനുസരിച്ച് അവരെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ പരിഗണിക്കുമ്പോൾ ആ കമ്പനിയിൽ അദ്ദേഹം തുടരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആക്ഷൻ പ്ലാനിൻ്റെ ആകെ ചുരുക്കം. അപ്പോൾ ഇതോടുകൂടി ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.